ഓം. ഇത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ ചിറക്കര ദേവീക്ഷേത്രം. കല്ലുവാതുക്കൽ നിന്നും 2.5 കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തെക്കുറിച്ച് ചരിത്രരേഖയായ ഉണ്ണുനീലി ചരിതത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. പുരാതന കാലത്ത് മേലൂട്ട് ഭഗവതി ക്ഷേത്രമെന്നും ഇതറിയപ്പെട്ടിരുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായുള്ളത് ശ്രീ മഹാദേവനും ഭദ്രാദേവിയും ഒപ്പം ദുർഗാദേവിയുമാണ്. ഇവർ മൂവരും ഒരു ശ്രീകോവിലിനുള്ളിൽ വാണരുളുമ്പോൾ കന്നിമൂലയ്ക്കായി ഗണപതി ഭഗവാനെയും ദർശിക്കാൻ സാധിക്കും. ചുറ്റുമതിലിനുള്ളിൽ തന്നെയാണ് ബ്രഹ്മരക്ഷസിൻ്റെയും സ്ഥാനം. ക്ഷേത്രത്തിന് പുറത്തായി വീരഭദ്രൻ, ശാസ്താവ്, സർപ്പദൈവങ്ങൾ, പേയ്, മൂർത്തി, മറുത തുടങ്ങിയവരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് ശർക്കര പായസം, കടും പായസം, പട്ട് നേർച്ച, തുലാഭാരം തുടങ്ങിയവ. ക്ഷേത്രത്തിന് മുന്നിലെ കളത്തട്ട് പൗരാണികതയെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള തെളിവുകളായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് വടക്ക് വശത്തായാണ് മഹായോഗീശ്വര മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ കീഴൂട്ട് ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ ആദ്യം കീഴൂട്ട് മഹായോഗീശ്വരനെ വണങ്ങിയതിന് ശേഷമാണ് ദേവീദേവന്മാരെ ദർശിക്കേണ്ടത് എന്നും പറയപ്പെടുന്നു. പുരുഷന്മാർക്ക് ഈ മഹായോഗീശ്വര മണ്ഡപത്തിനുള്ളിൽ പ്രവേശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവിടെ ഏറെ പ്രസിദ്ധമായ ഒരു മിതിയടി പൂജ സമ്പ്രദായവും നിലവിലുണ്ട്. ഉത്സവത്തോടനുബന്ധിച്ച് ഈ പ്രദേശത്ത് നടക്കുന്ന വൈവിധ്യമാർന്ന മത്സ്യവിഭവങ്ങളുടെ വിപണനമേള ഇവിടുത്തെ മറ്റൊരാകർഷണീയമായ ഘടകമാണ്. കുംഭമാസത്തിലെ കാർത്തികയാണ് ദേവിയുടെ തിരു ആറാട്ട്. അതിനു മുന്നോടിയായി ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു കാവിൽ ദേവിയെ കുടിയിരുത്തുകയും അവിടെ നിന്നും വാദ്യമേളങ്ങളോടുകൂടി ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നതുമായ ഒരു ചടങ്ങ് ഇന്നും നിലവിലുണ്ട്. ആര്യദ്രാവിഡ സംസ്കാരത്തിൻ്റെ പ്രഭവ കേന്ദ്രമായ തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക ചരിത്രത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സേനാനായകനെയാണ് ഇവിടെ യോഗീശ്വര ഭാവത്തിൽ ആരാധിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ നാടിൻ്റെ സാംസ്കാരിക സമന്വയ കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രസന്നിധി എന്ന് പറയുന്നത്. വാസ്തുവിദ്യയുടെയും ശില്പകലയുടെയും ഉജ്ജ്വലമായ രൂപഭേദങ്ങൾ നമുക്കിവിടെ ദർശിക്കാൻ കഴിയുന്നതാണ്. ഭാരതീയ സംസ്കൃതിക്ക് മാറ്റുകൂട്ടുന്ന ഒരു ചരിത്ര നിർമ്മിതിയായി നമുക്ക് ഈ ക്ഷേത്രത്തെ പരാമർശിക്കാവുന്നതാണ്. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, അതിനോട് ചേർന്നൊരു കുളവും വേണം എന്ന വരികളെ അന്വർത്ഥമാക്കുന്ന ദൃശ്യസാക്ഷാത്കാരവും ഇവിടെയുണ്ട്. മനസ്സുരുകി വിളിക്കുന്ന ഭക്തനോടൊപ്പം ചെല്ലുന്ന മഹാദേവിമാരുടെ തിരുസന്നിധിയാണ് ചിറക്കര ദേവീക്ഷേത്രം. രുദ്രധാരയുടെ എല്ലാ പ്രേക്ഷകർക്കും എന്നും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.